എത്ര വലിയ കറുപ്പും വെറും ഒരു നിമിഷം കൊണ്ട് തന്നെ നിങ്ങൾക്കില്ലാതാക്കാം. ഇത് വെറുതെ പറയുന്നതല്ല, ഞാൻ വീഡിയോയിലൂടെ പറയുന്ന കാര്യം ഒന്ന് ചെയ്തു നോക്ക്, നിങ്ങൾക്ക് നല്ല മാറ്റം കാണാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുവാണോ ഇപ്പോൾ, അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടോ? അപ്പോൾ നിങ്ങൾ എന്തിന് മേക്കപ്പ് ഒക്കെ ചെയ്ത് പോകണം? ഈ ഡയമണ്ട് ഫേഷ്യൽ ചെയ്താൽ ഇനി മേക്കപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ ഫംഗ്ഷന് പോയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഡയമണ്ട് ഫേഷ്യൽ ചെയ്താൽ നിങ്ങൾ ഒരു ഫേസ് പാക്കോ മറ്റുള്ള മേക്കപ്പ് പ്രോഡക്റ്റുകളോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ചർമ്മം വെട്ടിത്തിളങ്ങാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഡയമണ്ട് ഫേഷ്യലാണ് നമ്മൾ തയ്യാറാക്കി ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. തയ്യാറാക്കി ഉപയോഗിച്ചാലോ? ഇതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന ഈ ഒരു ഡയമണ്ട് ഫേഷ്യൽ ഉണ്ടല്ലോ, സെലൂണിൽ പലരും ചെയ്യുന്ന ഒരു ഫേഷ്യലാണ്. ഈ ഒരു ഡയമണ്ട് ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചർമ്മം വെട്ടിത്തിളങ്ങാൻ സഹായിക്കും. ഇപ്പം പാർലറിൽ സലൂണിലൊക്കെ നമ്മുടെ ഇപ്പം ബ്രൈഡൽസ് ഒക്കെ വരുന്ന സമയത്ത് അവർ ചോദിക്കും, ചേച്ചി നാച്ചുറലായിട്ട് നമ്മുടെ സ്കിൻ കെയറിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുന്ന ഏതെങ്കിലും ഒരു നാച്ചുറൽ ഫേഷ്യൽ പറയുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഫേഷ്യലാണ് ഈ ഡയമണ്ട് ഫേഷ്യൽ. ഇത് സ്കിൻ ടോൺ നല്ലപോലെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഡയമണ്ട് ഫേഷ്യൽ നിന്ന്. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാവുന്നതാണ്, അതല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ചെയ്യാവുന്ന ഒരു ഫേഷ്യലാണ്. എന്തായാലും നമുക്ക് സമയം കളയേണ്ട, നമുക്ക് സലൂണിൽ ചെയ്യുന്ന അതേ രീതിയിലുള്ള ഡയമണ്ട് ഫേഷ്യൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാം. എന്തായാലും ആ ഫേഷ്യൽ ചെയ്യുന്നത് എങ്ങനെയാണോ, അതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നൊക്കെ ഉള്ളതും അത് ചെയ്യുന്ന സ്റ്റെപ്പൊക്കെ നമുക്ക് കണ്ടു നോക്കാം. വെറും 2 സ്റ്റെപ്പുകൾ കണ്ടു നോക്കാം. ഡയമണ്ട് ഫേഷ്യലിന് ആകെ 2 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ആദ്യം നമ്മൾ ചെയ്യുന്നത് ക്ലെൻസ് വിത്ത് മസാജ് ആണ് ചെയ്യുന്നത്. ക്ലെൻസ് വിത്ത് മസാജ് ചെയ്യുന്നതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പുളിയില്ലാത്ത കട്ട തൈരാണ് നമുക്ക് വേണ്ടത്. അത് ചേർത്ത് കൊടുക്കാം. പുളിയില്ലാത്ത കട്ട തൈര് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈര് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിന്നിന് ഒരു മോയ്സ്ചറൈസർ നൽകാനും സ്കിൻ ടോൺ ഇമ്പ്രൂവ്മെന്റ് ആക്കാനും സ്കിന്നിനെ ഗ്ലൂട്ടാത്തോണിന്റെ അളവൊക്കെ കൂട്ടാനും സ്കിന്നിന്റെ മെലാനിന്റെ അളവിനെയൊക്കെ ഒരു ബാലൻസ് ചെയ്ത് നിർത്താനും ഒക്കെ നമ്മുടെ തൈരിൽ നിന്ന് സാധിക്കുന്നതാണ്. തൈര് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡെഡ് സ്കിൻ നല്ലപോലെ മാറ്റാനൊക്കെ സഹായിക്കുന്നതാണ്. അങ്ങനെ തൈര് ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം, അതായത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ് നമുക്ക് വേണ്ടത്. ഒരെണ്ണം വേണം കേട്ടോ, വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള്. ഓക്കെ, വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കാരണവശാലും നിങ്ങൾ പലരും ഇപ്പം പല വീഡിയോസിലൂടെ ചെയ്യുന്ന കണ്ടിട്ട് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ സ്കിൻ വെളുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് അത് മാത്രമായിട്ട് ഡെയിലി യൂസ് ചെയ്യരുത്. അത് സ്കിന്നിന് അത്ര നല്ലതല്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ സ്കിന്നിന് വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കുക. ഈ ഒരു പരുവത്തിലായിട്ട് നമ്മുടെ മസാജിങ് ക്രീം കിട്ടുന്നതാണ്. ഇനി ഇത് ഫേസിലിട്ട് നല്ലപോലെ മസാജ് ചെയ്യണം. മസാജ് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ കാണിക്കാം, അതേ രീതിയിൽ ചെയ്യണം. എന്നാലും ഞാൻ പറഞ്ഞ രീതിയിൽ നമ്മളൊരു സ്കിന്നിന് ഡയമണ്ട് ഫേഷ്യൽ ചെയ്യുമ്പോൾ കിട്ടുന്ന തിളക്കമല്ലേ, അത് കിട്ടത്തുള്ളൂ. എന്തായാലും നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള മസാജിങ് ക്രീം ചെയ്തിട്ടുള്ള റിസൾട്ടൊക്കെ നോക്കാം. നമുക്ക് അതിലേക്ക് പോകാം. നമ്മുടെ ഡയമണ്ട് ഫേഷ്യലിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ ക്ലെൻസ് വിത്ത് മസാജിങ് ക്രീം ചെയ്യുന്നത്. ഓക്കെ, ഫേസിൽ ക്ലെൻസ് ഇട്ട് കൊടുത്ത് നമുക്ക് നോർമൽ ക്ലെൻസ് വിത്ത് മസാജിങ് ക്രീമാണ് നോർമൽ രീതിയിലാണ് നമ്മൾ ഫേസ് മസാജ് ചെയ്യേണ്ടത്. കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൈ ഇപ്പുറത്തെ കയ്യിലൂടെ വെച്ചിട്ട് നമ്മൾ ഫേസിൽ റൗണ്ടിലൊന്ന്, അതായത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ ഫേസിലൊന്ന് നമ്മുടെ മസാജിങ് ക്ലെൻസ് വിത്ത് ക്രീം തേച്ച് പിടിപ്പിക്കും. ഓക്കെ, കണ്ണിൻ്റെ അടിയിലുമൊക്കെ നമുക്കിത് ചെയ്യാം. അതിന് ശേഷം ഇതുണ്ട്, പക്ഷേ ഈ ഭാഗത്തുണ്ട് നമ്മുടെ ഈ ഒരു ഇവിടെയൊക്കെ കൂടുതലായിട്ട് ബ്ലാക്ക് കളർ വരുന്നതാണ്. ഇവിടെല്ലാം നമ്മൾ, അതായത് 8 എന്ന് എഴുതത്തില്ല, ഇങ്ങനെ 8 ഇങ്ങനെ 8 എന്ന് എഴുതുന്ന പോലെ നമ്മളിങ്ങനെ ഇവിടെ ആക്കി കൊടുക്കുക. ഇവിടെ ഓക്കെ, അതിനുശേഷം ഇങ്ങനെ ഇവിടെ പിടിക്കണം, നമ്മുടെ ഫേസ് തൂങ്ങാതിരിക്കാൻ. ഓക്കെ, ശേഷം നമ്മളിങ്ങനെ പഞ്ച് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തിരിച്ച് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, അതിനുശേഷം മുകളിലോട്ട് ആക്കി കൊടുക്കുക. ഇത് മുകളിലോട്ട്, ഇത് എല്ലാം 3 പ്രാവശ്യം. അതിനുശേഷം എന്താ, നമ്മൾ ഇങ്ങനെ പിടിക്കത്തില്ലേ, ഇങ്ങനെ പിടിച്ചിട്ട് 1 2, കൂടുതൽ പ്രഷർ കൊടുക്കരുത് മുഖത്തിന്, ഒരു നോർമൽ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം എന്താ, നമ്മുടെ ഇവിടെ ഇതുണ്ടോ, ഈ ഒരു ഭാഗം ഉണ്ടോ, ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് പോയിന്റിൽ കൊണ്ടുവന്ന് ആക്കുക. ഓക്കെ, ഇങ്ങനെ ആക്കുക. ശേഷം ഇങ്ങനെ പിന്നെ ഐബ്രോസിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ കണ്ണിൻ്റെ ഭാഗത്തും ഇതുപോലെ നമ്മുടെ ഈ വിരലുണ്ട്,
തിരിച്ച് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. അതിനുശേഷം മുകളിലോട്ട് ഇങ്ങനെ ഇത് ചെയ്ത് കൊടുക്കുക. മുകളിലോട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇത് കൊടുക്കത്തില്ല, കൈ ഇങ്ങനെ മുകളിലോട്ട് ആക്കുക. ഇതേപോലെ ഈ ഭാഗത്തും ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതുണ്ട് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കി കൊടുക്കുക. ഓക്കെ, ഞാൻ ഈ പാർലർ ചെയ്യുന്ന സെയിം സ്റ്റെപ്പ് തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. നമ്മളിങ്ങനെ അടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലേക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ കറക്റ്റ് ആവാനായിട്ട്. അതായത് നോർമൽ, ഭയങ്കര പിടിച്ച് പ്രഷർ കൊടുത്തടിയില്ല, ഒരു നോർമാലിറ്റി. ഓക്കെ, ഇങ്ങനെ ആക്കി കൊടുക്കുക. അതിനുശേഷം ഇത് കണ്ടോ, നമ്മുടെ ഈ ഭാഗം കണ്ടോ ഇങ്ങനെ, അതായത് പോയിന്റുകൾ ഫേസിൻ്റെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, നമ്മുടെ ഈ ഒരു പോയിന്റ് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ നിർത്തുന്നത്. ഓക്കെ, അതിനുശേഷം ഫേസ് ഒന്ന് കൈ കൊണ്ട് ഇതൊന്ന് കൊടുക്കുക. എന്നിട്ട് ഫേസിനെ അങ്ങ് ഫ്രീ ആയിട്ട് വിടുക. കുറച്ച് നേരത്തേക്ക് ഫേസ് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കട്ടെ. അതിനുശേഷം നമുക്ക് 1 മിനിറ്റിന് ശേഷം ഫേസ് തുടയ്ക്കാം കേട്ടോ. നമ്മുടെ മസാജിങ് ക്രീം ക്ലെൻസ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. 1 മിനിറ്റിന് ശേഷം നമുക്ക് എന്തായാലും തുടയ്ക്കാം, എന്താണ് റിസൾട്ട് എന്നുള്ളത് നോക്കാം. മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ സ്കിന്നിൻ്റെ ഗ്ലോ കണ്ട്. ഞാൻ തുടച്ചില്ല, തുടയ്ക്കുന്നതിന് മുന്നേ തന്നെയാണ് ക്ലെൻസ് ചെയ്ത് നമ്മൾ മസാജ് ചെയ്തപ്പോൾ തന്നെ ഫേസിന് നല്ല പോലെ ഒരു ഗ്ലോ വന്നിട്ടുണ്ട്. തുടയ്ക്കുകയാണ്, കുറച്ച് വെള്ളമുണ്ട് ഒഴിച്ചിട്ടാണ് തുടയ്ക്കുന്നത്. സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ നിങ്ങൾ കണ്ടോ? ഓക്കെ, നല്ല അടിപൊളിയായിട്ട് സ്കിൻ നിറം വെച്ചിട്ടുണ്ട്, എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. എൻ്റെ കഴുത്തും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം, എൻ്റെ കൈയും തമ്മിലുള്ളത് നോക്കും, നല്ല പോലെ മാറ്റം കാണുന്നുണ്ടല്ലോ. മേക്കപ്പ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ആകെ ലിപ് ബാം മാത്രമേ ഇട്ടിട്ടുള്ളൂ. കണ്ടല്ലോ, ആദ്യത്തെ നമ്മുടെ ക്ലെൻസ് ചെയ്ത് മസാജ് ചെയ്തപ്പോൾ. രണ്ടാമത്തെ സ്റ്റെപ്പ് പാക്കാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം. അത് കണ്ടിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇട്ടിട്ടുള്ള റിസൾട്ടുകൾ നോക്കാം. ഡയമണ്ട് ഫേഷ്യലിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള ക്ലെൻസ് വിത്ത് മസാജ് ഒക്കെ ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാക്കാണ്. പാക്ക് തയ്യാറാക്കുന്നതിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. റൈസ് പൗഡർ വേണം. റൈസ് പൗഡർ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. സ്കിന്നിൻ്റെ ഡെഡ് സ്കിൻ ഒക്കെ കുറയ്ക്കാൻ റൈസ് പൗഡറിൽ നിന്ന് സാധിക്കുന്നതാണ്. നമുക്ക് റൈസ് പൗഡർ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ആണ് റൈസ് പൗഡർ വേണ്ടത്. റൈസ് പൗഡർ നമുക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പുളിയില്ലാത്ത കട്ട തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ പുളിയില്ലാത്ത കട്ട തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇല്ലാത്ത കട്ട തൈര് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കാം. ഓക്കെ, അങ്ങനെ മിക്സ് ആക്കുകയാണ്. ഓക്കെ, മിക്സ് ആക്കി കഴിയുമ്പോൾ ഈ രീതിയിൽ കിടക്കും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ആക്കാം. ഓക്കെ, കുറച്ചും കൂടി ഒരു ലൂസ് ആയത് കണ്ടോ. ഇനി അടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ലെമൺ ജ്യൂസ് ആണ്. ലെമൺ ജ്യൂസ് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ലെമൺ ജ്യൂസ് ഡെയിലി യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. നമ്മളിപ്പോൾ ഫേഷ്യലൊക്കെ ചെയ്യുന്ന സമയത്ത് ലെമൺ ജ്യൂസ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിന് ഒരു ബ്ലീച്ച് എഫക്റ്റ് നൽകാനൊക്കെ സഹായിക്കുന്നതാണ്. എന്തായാലും നമുക്ക് അരമുറി നാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അരമുറി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ അരമുറി നാരങ്ങയുടെ നീര് ചേർത്തു. അതിനുശേഷം ഇത് നല്ല പോലെ മിക്സ് ആക്കാം. ഓക്കെ, നമ്മൾ ഫേഷ്യൽ ഈ പാക്ക് തയ്യാറാക്കി കഴിഞ്ഞ ഉടനെ തന്നെ ഫേസിലേക്ക് ഇടണം. പെട്ടെന്ന് തന്നെ ഇടണം, എന്നാലും നമ്മൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് കിട്ടുള്ളൂ. എന്തായാലും പാക്ക് ഇട്ടിട്ടുള്ള റിസൾട്ടൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. നമുക്ക് അതിലേക്ക് പോകാം. പാക്ക് തയ്യാറാക്കിയതുണ്ടല്ലോ, ഇനി നമുക്കിത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ഇടുന്നതാണ് കംഫർട്ടബിൾ എങ്കിൽ അത് വെച്ചിടാം. അതല്ല എങ്കിൽ കൈകൊണ്ടാണ് ഇടുന്നതെങ്കിൽ അതിൻ്റെതായ രീതിയിൽ, അതായത് സ്കിന്നിന് ഒരു രീതിയിലും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലാണ്, അതായത് വലിച്ചിങ്ങനെ അമർത്തി ഇടരുത്. സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. കണ്ടോ, നമ്മുടെ ഈ ഭാഗത്തും ഒക്കെ ഇടണം. കണ്ണിൻ്റെ അടിയിൽ ഇടാതിരിക്കുക, കാരണം റൈസ് പൗഡർ ഇൻക്ലൂഡ് ആയതുകൊണ്ട് ചിലപ്പോൾ കണ്ണിൻ്റെ അടിയിലെ സ്കിൻ എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പം ചെറിയ രീതിയിൽ സ്ക്രാച്ചൊക്കെ വീഴാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും നമുക്ക് കുറച്ച് നേരം നമ്മുടെ പാക്ക് ഇട്ടിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് കുക്കുംബറൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് കണ്ണിൻ്റെ മുകളിൽ വെക്കാം. അതല്ല എങ്കിൽ ഒരു കോട്ടണിനകത്ത് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചിട്ട് അത് പിഴിഞ്ഞിട്ട് കണ്ണിൻ്റെ മുകളിൽ വെക്കാം, നല്ലതാണ്. എന്തായാലും ഞാനൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം, റിസൾട്ട് നോക്കാം. കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്, തുടയ്ക്കാം. വാവ്, തുടച്ചപ്പോൾ തന്നെ ഫേസിൻ്റെ ചേഞ്ചസ് ഉണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? നല്ല പോലെ ഫേസ് ഗ്ലോ ആയിട്ടുണ്ട്, കണ്ടോ? സംഭവം കിടുവാണ്. ഒരു തുണിയുടെ വെച്ച് ഞാൻ തുടയ്ക്കട്ടെ. നിങ്ങൾക്ക് ഫേസിൻ്റെ തിളക്കം കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. വെടിച്ചില്ല് ഫേഷ്യലാണ്. എന്തുകൊണ്ട് ഇനി നിങ്ങൾ പണം മുടക്കി ഡയമണ്ട് ഫേഷ്യൽ ചെയ്യാൻ സെലൂണിനൊന്നും പോകണം? വീട്ടിലുള്ള കാര്യങ്ങൾ മതി ചർമ്മം തിളങ്ങുന്ന ഡയമണ്ട് ഫേഷ്യൽ ചെയ്യാൻ. നിങ്ങൾ നോക്കുക, എൻ്റെ കൈയും ഫേസും തമ്മിലുള്ള പെട്ടടിക്കുകയാണെങ്കിൽ കൈയും കിടന്ന് നല്ലപോലെ തിളക്കണ്ടേ? അടിപൊളിയാണ്. നല്ല സ്കിന്നിൻ്റെ ഗ്ലോ കണ്ട് നോക്ക്, ഇതുണ്ട്.
കണ്ടോ അടിപൊളിയായിട്ടിരിക്കുന്നു. സ്കിൻ നല്ലപോലെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ചുളിവൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയിട്ടുണ്ട്. ഡെഡ് സ്കിന്നൊക്കെ നല്ലവണ്ണം പോയിട്ടുണ്ട്. കിടുവാണ്. ഡയമണ്ട് ഫേഷ്യൽ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണേ. ചെയ്തിട്ട് റിസൾട്ട് ഒന്ന് പറയണേ. ഈ ഒരു ഫേസ് സെറം ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സ്കിൻ ടോൺ നല്ല പോലെ കുറഞ്ഞു വന്നായിരുന്നു. സ്കിന്നിനകത്ത് ഡെഡ് സ്കിന്നൊക്കെ വന്ന് വല്ലാതായ സമയത്ത് ഞാൻ ഡോക്ടറെ അടുക്കെ ചെന്നപ്പോൾ എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നതാണ് ഈ ഒരു ഫേസ് സെറം. പക്ഷെ എൻ്റെ റിസൾട്ട് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താ നീ ഇപ്പോൾ ചെയ്ത് എന്ന് ചോദിക്കുന്ന രീതിയിൽ മാറ്റമാണ് എനിക്ക് ഈ ഒരു ഫേസ് സെറം ഉപയോഗിച്ചതിന് ശേഷം കിട്ടിയത്. കിടിലനാണ് മക്കളെ. ഇത് ഉപയോഗിച്ചാൽ നിങ്ങളുടെ സ്കിൻ ടോൺ നല്ല പോലെ കൂട്ടാനും ഡെഡ് സ്കിൻ കുറയ്ക്കാനും, ഇപ്പം വെയിലത്ത് പോയാലും ഒരിക്കലും നിങ്ങളുടെ സ്കിൻ നശിക്കാതെ നിങ്ങളുടെ സ്കിന്നിനെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാനും സഹായിക്കുന്ന ഒരു ഫേസ് സെറമാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത്. ഇപ്പം നമ്മൾ പല ഫേസ് സെറങ്ങളും മേടിക്കുന്ന സമയത്ത് പല രീതിയിലും കെമിക്കലുകളുണ്ട്, അവരതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇതിനകത്ത് ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തേക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തേക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് 100% വിശ്വസിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ നമ്മൾ ഉപയോഗിക്കേണ്ട എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ആയിട്ട് ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഫേസിൽ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കരുത്. നൈറ്റാണ് നിങ്ങൾ ഈ ഒരു ഫേസ് സെറം ഉപയോഗിക്കേണ്ടത്. ഡെയിലി ഉപയോഗിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഏറ്റവും ബെനിഫിറ്റ് നൽകുന്നത് നൈറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി ഇതിൻ്റെ വില ഞാൻ കാണിക്കാം. 200 സംതിങ് ആണ് ഇതിൻ്റെ വില. നിങ്ങൾ ഈ ഒരു പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ 2 പാക്കറ്റ് കിട്ടും നിങ്ങൾക്ക്. ഞാൻ മേടിച്ച സമയത്ത് 2 പാക്കറ്റാണ് എനിക്ക് കിട്ടിയത്. ഇതൊരു പ്രൊമോഷൻ വർക്കല്ല, നല്ല അടിപൊളി സംഭവമാണ്. ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഡോക്ടേഴ്സാണ്. ഡോക്ടേഴ്സിനെയൊക്കെ ഞാൻ കാണിക്കാം. ഇത് മേടിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ കാണിക്കാം. നിങ്ങൾ ഫേസ് സെറം മേടിക്കണമെങ്കിൽ ഈ കാണുന്ന 2 വാട്സാപ്പ് നമ്പർ വഴി കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ അതല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഈ 4 ഇടത്തോളം അവർക്ക് ഹോസ്പിറ്റലോളം ഉണ്ട്. പിന്നെ ഡോക്ടേഴ്സിനെ ഞാൻ കാണിക്കാം. ഇപ്പം നിങ്ങൾ ചോദിക്കുക ഏതെങ്കിലും ആൾക്കാർ ചുമ്മാതെ പറഞ്ഞ് തെള്ളുന്ന പോലെയുള്ള കാര്യമായിരിക്കുന്നു. ഒരിക്കലും അല്ല. ഇതൊരു ഡോക്ടേഴ്സാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. 100% റിസൾട്ട്. ഈ കാണുന്ന 3 ഡോക്ടേഴ്സാണ് നിങ്ങളിലേക്ക് ഈ പറഞ്ഞ മരുന്ന്, ഈ ഒരു ഫേസ് സെറം ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതാണ് ഹോസ്പിറ്റൽ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഹോസ്പിറ്റലിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഫേസ് സെറം ഉപയോഗിക്കുന്നതിൻ്റെ മുന്നേയുള്ള കറുപ്പ് നിങ്ങൾ കണ്ടോ? നല്ല പോലെ കൈപ്പുറത്ത് കറുപ്പുണ്ട്. അവിടാണ് കുറച്ച് ഫേസ് സെറം ഇട്ട് ഞാൻ ഒരു നോർമൽ രീതിയിൽ മസാജ് ചെയ്യുന്നത്. മസാജ് ചെയ്ത് ഒരു 10 മിനിറ്റിന് ശേഷം തുടയ്ക്കുമ്പോൾ കറുപ്പ് പോകുന്നത് നിങ്ങൾ കാണാം. ഫേസ് സെറം ഇട്ട് ഒന്ന് മസാജ് ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ ആ സ്കിന്നിൻ്റെ കറുപ്പ് പോകുന്നത് നിങ്ങൾ കണ്ടോ? 10 മിനിറ്റിന് ശേഷം തുടച്ചിട്ടുള്ള മാറ്റം കാണിക്കാം. രാത്രി മൊത്തം ഇട്ട് രാവിലെ ആകുമ്പോൾ തുടയ്ക്കുമ്പോൾ കാണാം സ്കിന്നിൻ്റെ ഒരു മാറ്റം. നിങ്ങൾ ഉപയോഗിച്ച് നോക്കി. ഒരു ഫേസ് സെറം നല്ലതാണ്. ഞാൻ ഒരു തുള്ളിയേ ഇട്ടിട്ടുള്ളൂ. ഒരു തുള്ളി ഇട്ട് ആ ഒരു കൈപ്പൊഷത്ത് തുടച്ചതിന് ശേഷം മസാജ് ചെയ്തതിന് ശേഷം തുടയ്ക്കുമ്പോൾ കാണുന്ന മാറ്റമാണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല പോലെ കറുപ്പ് പോയിട്ടുണ്ട്. ഡയമണ്ട് ഫേഷ്യലൊക്കെ ചെയ്തത് സിമ്പിൾ അല്ലയോ? വെറും 2 സ്റ്റെപ്പേ ഉള്ളല്ലോ. സലൂണിൽ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയല്ലേ ചെയ്തത്? എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. അടിപൊളി സംഭവമാണ്. നിങ്ങളുടെ സ്കിൻ നല്ല പോലെ നിറം വെക്കാനും സ്കിന്നിന്റെ ഡെഡ് സ്കിൻ ഇല്ലാതാക്കാനും സ്കിന്നിനുണ്ടാവുന്ന ചുളിവെല്ലാം മാറ്റാനും ഈ ഡയമണ്ട് ഫേഷ്യലിൽ നിന്ന് സാധിക്കും. എന്തായാലും ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്ന് പറയണേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കും, അതിന്റെ മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. ഡയമണ്ട് ഫേഷ്യൽ ചെയ്തിട്ടുള്ള റിസൾട്ടും വന്ന് പറയണേ കേട്ടോ. പുതിയൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.